നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലി. I'm an Ayurveda consultant working with Ayush Shakti in Mumbai. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും വളരെ കോമൺ ആയിട്ട് കുക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇഞ്ചി. ഇന്ന് ഞാനിവിടെ ഈ പറയാൻ പോകുന്ന രീതിയിൽ നമ്മൾ ഇഞ്ചിനെ ആവി കയറ്റിയിട്ട് ഒന്ന് ഈ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇഞ്ചിയുടെ ഗുണത്തിനെ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുക. ഞാനിവിടെ രണ്ട് പ്രോസസ്സ് പറയുന്നുണ്ട്. ഒന്നാമത്തെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇഞ്ചിനെ ഒന്ന് ആവി കയറ്റുക. രണ്ടാമത്തെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർമെന്റേഷൻ, അതായത് പുളിപ്പിക്കുന്ന ഒരു പ്രോസസ്സ്. അപ്പോ ഈ പുളിപ്പിക്കുന്നത് കൊണ്ടും ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, എത്രത്തോളം ഡോസിലാണ് നമ്മൾ ഇത് കഴിക്കേണ്ടത്, എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഞാനോട് പറയുന്നുണ്ട്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇഞ്ചിയുടെ ഗുണങ്ങളെ പറ്റി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളൊരു ബ്രീഫായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇഞ്ചി നമ്മുടെ ഭക്ഷണത്തിൽ നിത്യമായിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹനത്തിനെ നന്നായിട്ട് കൂട്ടും. ഇപ്പൊ എന്തെങ്കിലും അസിഡിറ്റി, ഗ്യാസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറച്ച് നിർത്തിയിട്ട് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഒന്ന് ദഹിപ്പിക്കാനും, രണ്ടാമത്തെ ഒരു കാര്യം ലിവറിനെ ഡീടോക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു റെമഡി ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇതിലൂടെ കൂടുതലായിട്ട് നിൽക്കുന്ന കൊളസ്ട്രോളിനെ നന്നായിട്ട് കുറച്ച് കൊണ്ടുവരാനും, അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിനെ നന്നായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നതിനും, ഷുഗറിന്റെ ലെവലിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നിങ്ങനെ പറയുന്ന പല ഗുണങ്ങളും ഇഞ്ചി നമ്മൾ ഉൾപ്പെടുത്തുന്നതോടെ നമുക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇഞ്ചിനോട് ഒരു പൊളിപ്പിക്കുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, ഫെർമെന്റേഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഇതിലൂടെ എന്ത് ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു കാര്യം പ്രോബയോട്ടിക് റിച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരീരത്തിലെ നല്ല ബാക്ടീരിയ, നമ്മുടെ വയറിലുള്ള നല്ല ബാക്ടീരിയനെ കുറച്ചൊന്ന് കൂട്ടിയിട്ട് നമ്മുടെ ദഹനത്തിനെ ഒന്നും കൂടി ഒന്ന് സ്മൂത്ത് ആക്കുകയാണ് ചെയ്യുക. അതുപോലെ കുറെ ആൾക്കാരുണ്ട് പച്ചയ്ക്ക് ഇഞ്ചി ഇങ്ങനെ കഴിക്കുന്നവര്, ഈ കൊളസ്ട്രോൾ ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് പച്ചയ്ക്ക് ഇഞ്ചി കഴിക്കുന്നവരുണ്ട്. പക്ഷെ പച്ചയ്ക്ക് ഇഞ്ചി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു റെമഡി കൂടിയാണിത്. പിന്നെ മറ്റു പല ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഫെർമെന്റേഷൻ ചെയ്യുന്നതിലൂടെ ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ് ആക്ടിവിറ്റി കുറച്ചും കൂടി ഒന്ന് കൂടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് പോലെയുള്ള കാര്യങ്ങൾ, വാട്ടർ റിട്ടൻഷൻ എന്നൊക്കെ പറയും, നീർക്കെട്ടിനെ നന്നായിട്ട് കുറയ്ക്കുക. അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ നന്നായിട്ട് കുറച്ച് നിർത്തുകയും ചെയ്യും. അതുപോലെ തന്നെ ആർത്രൈറ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ, വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, ജോയിന്റ്സിന് ഇങ്ങനെ വേദനയൊക്കെ ഉള്ളവർക്ക് ആ ഒരു കണ്ടീഷൻ, ഇമ്മ്യൂണിറ്റിനെ നന്നായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്ത് നിർത്തുക എന്നിങ്ങനെ പറയുന്ന ഗുണങ്ങളും നമ്മൾ ഇഞ്ചി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇനി ഒരു പ്രോസസ്സ് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇഞ്ചി എടുക്കുക. ഇഞ്ചി ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം, ഒരു ഇളം ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചിട്ട് കുറച്ച് കല്ലുപ്പും ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരം 5 മിനിറ്റ് ഇങ്ങനെ കുതിർത്ത് വെക്കുക. ഒരു 5 മിനിറ്റ് ഇങ്ങനെ കഴിയുമ്പോൾ നന്നായിട്ട് കൈയോട് ഇങ്ങനെ കഴുകി വൃത്തിയാക്കുക. ശേഷം ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ബ്രഷ് പോലെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ആ ബ്രഷ് കൊണ്ട് നന്നായിട്ട് ഇഞ്ചിനെ ഉരച്ച് കഴുകുക. ഉരച്ച് കഴുകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇഞ്ചിയിൽ എന്തെങ്കിലും മണ്ണോ പൊടിയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഇവിടെ ഇഞ്ചിയുടെ തൊലി കളയുന്നില്ല. കാരണം തൊലിയിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഫ്ലാവിനോൾസ്, പോളിഫിനോൾസ്, അതുപോലെ തന്നെ ജിഞ്ചറോൾസ് എന്നീ പറയുന്ന ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്രത്തോളം നമുക്ക് തൊലി എടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. നന്നായിട്ട് ഈ ബ്രഷ് കൊണ്ട് ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് വീണ്ടും നിങ്ങൾ ആ വെള്ളം കളഞ്ഞ് 2-3 വട്ടം നോർമൽ ആയിട്ടുള്ള വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. അപ്പൊ നിങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇപ്പൊ നിങ്ങൾക്ക് തോന്നാണ് ഇഞ്ചി ഫുൾ ആയിട്ട് നന്നായിട്ട് ക്ലീൻ ആയിട്ടില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കുറച്ചൊക്കെ തൊലി ഇങ്ങനെ ചെത്തി കളയുകയാണെങ്കിൽ ചെത്തി കളഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യത്തിന് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് ലഭിക്കും. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടതാണ് ഇഞ്ചിനെ ആവി കയറ്റുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു ഇഞ്ചിനെ നമ്മളൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കുക. വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ട് ശേഷം ഒരു തട്ടിൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ അകത്തി അകത്തി വെക്കാനായിട്ട് നോക്കുക. ഒന്നിന്റെ മുകളിൽ ഒന്ന് കയറ്റി വെക്കരുത്. അപ്പൊ ഫുൾ ആയിട്ട് നമുക്കൊരു ആവി നമുക്ക് കിട്ടില്ല. അപ്പൊ ഓരോന്നോരോന്നും ഇങ്ങനെ ഗ്യാപ്പ് ആയിട്ട് വെച്ചിട്ട് കുറച്ച് ഒരു 5-10 മിനിറ്റ് നമ്മൾ ആവി കയറ്റുക. ആവി കയറ്റുന്നതിനുള്ള ഗുണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇഞ്ചിയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു പഞ്ചന്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്. ആ ഒരു ടേസ്റ്റിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ദഹിക്കാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതിനായിട്ടാണ് നമ്മൾ ആവി കയറ്റുന്നത്. ആവി കയറ്റി ഒരു 10-15 മിനിറ്റ് ആവി കയറ്റി കഴിയുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മൾ ആ ഇഞ്ചിനെ പുറത്തേക്ക് എടുക്കുക. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ പതുക്കെ പതുക്കെ ചെറിയ ചെറിയ പീസായിട്ട് സ്ലൈസ് ആക്കുക. എത്രത്തോളം നമ്മളൊരു വലുതാക്കി മുറിക്കരുത്, ഒരു മീഡിയം സൈസിൽ നിങ്ങൾ കട്ട് ചെയ്ത് മുറിക്കാനായിട്ട് നോക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ മുറിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ, വലിയൊരു തട്ടില് ഓരോന്നായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. എങ്കിൽ ഞാൻ പറയണ ഓരോന്നിന്റെ മുകളിൽ വെക്കരുത്, അകത്തി ഓരോന്ന് വെക്കുക. എന്നിട്ട് വെയിലത്ത് കൊണ്ട് ഉണക്കുക. ഇപ്പോ വെയിലില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഓവനിൽ ഒന്ന് ഹീറ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഉണക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വല്ലാതെ ഉണങ്ങി ചുക്ക് പോലെ പപ്പടം പോലെ ആകരുത് കേട്ടോ. നമ്മൾ ഉണക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു ഇഞ്ചി ഒട്ടിപ്പിടിക്കരുത്. പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ല, അരി നന്നായിട്ട് വാടി വരികയാണ്, അങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് തോന്നണം കുഴപ്പമില്ലാതെ ഇങ്ങനെ ഉണങ്ങി വന്നിട്ടുണ്ടെന്ന് നോക്കുമ്പോൾ ആ ഒരു ഫേസിൽ നമുക്ക് എടുക്കാം. വല്ലാതെ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഒരു ടേസ്റ്റും പോവും, പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടില്ല. ചെറുതായിട്ടൊന്ന് വാടി വരികയാണെങ്കിൽ അതിന്റെ മോയ്സ്ചർ ഒന്ന് പോവും.
രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ജിഞ്ചറോളിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടല്ലോ അത് നന്നായിട്ട് കൂടി വരികയാണ് ചെയ്യുക. ഈ ഒരു ഫേസിൽ നമുക്ക് തോന്നാണ് ഉണങ്ങിയെന്ന് തോന്നുമ്പോൾ നമ്മൾ എടുക്കുക. ഇനി അടുത്ത പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നതാണ് പുളിപ്പിക്കുന്ന പ്രോസസ്സ്. ഇത് വളരെ സിമ്പിൾ ആണ്, അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. നമ്മളൊരു ചില്ലിന്റെ ഒരു കുപ്പി എടുക്കുക. ചില്ലിന്റെ കുപ്പിയിലെങ്കിൽ നമുക്ക് ഭരണി ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. ചില്ലിന്റെ കുപ്പി എടുക്കുക. ചില്ലിന്റെ കുപ്പി എടുക്കുന്ന സമയത്ത് ഏത് പാത്രം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ വെള്ളം നന്നായിട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈർപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് നാശാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഈ ഉണക്കിയിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ അതിലിങ്ങനെ ഇട്ട് കൊടുക്കുക. അതിലിട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കല്ലുപ്പും കുറച്ച് വിനേഗിരിയും ശേഷം അവസാനമായിട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് നമ്മൾ വെക്കുക. ഈ അടച്ചു വെച്ച് ഒരു 2 ദിവസം നിങ്ങൾ ഇങ്ങനെ ഇരിക്കട്ടെ. അതിൻ്റെ ഉള്ള എല്ലാ സത്തും നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ നമുക്ക് ഇരിക്കാം. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പുളിപ്പിച്ചിട്ടുള്ള ഇഞ്ചി നമുക്ക് കിട്ടി. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിനാണ് ഇത്രയും നീട്ടി വലിച്ച് പറഞ്ഞത്. നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലാണ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. പലരും ചെയ്യും മുറിച്ച് കഴിഞ്ഞ് നേരിട്ട് ഉപ്പിലിടുന്നവരും ഉണ്ട്. പക്ഷെ ഈ ഒരു പ്രോസസ്സ് ഉണക്കുന്ന ഒരു പ്രോസസ്സും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാന്ന് വിചാരിച്ചേ. ഇനി നമുക്കിത് എങ്ങനെ കഴിക്കാം. ഇതെങ്ങനെ കഴിക്കാൻ നോക്കുമ്പോൾ ദിവസവും നിങ്ങൾ ഉച്ചയ്ക്ക് ചോറുണ്ണുമ്പോൾ അല്ലെങ്കിൽ രാത്രി നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇതിൽ നിന്നൊരു 2-3 പീസ് എടുക്കുക. ശേഷം അതിൽ ഈ വിനാഗിരി ചേർത്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ ഒരു 2-3 ടീസ്പൂൺ നിങ്ങൾ ചോറിലോ അല്ലെങ്കിൽ എന്ത് ഭക്ഷണത്തിലാണെങ്കിലും മിക്സ് ചെയ്ത് അങ്ങനെ കഴിക്കാനായിട്ട് നോക്കുക. നാച്ചുറൽ ആയിട്ടുള്ള പ്രോബയോട്ടിക് എവിടെ നിന്നും നിങ്ങൾ പോകണ്ട, പ്രോബയോട്ടിക്കിന്റെ മരുന്നൊന്നും കഴിക്കേണ്ട, ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിന്, ഹാർട്ടിൽ എന്തെങ്കിലും ബ്ലോക്കേജ് ഉള്ളവര്, കൊളസ്ട്രോൾ നന്നായിട്ട് കൂടി നിൽക്കുന്നവര് എല്ലാവർക്കും ഒരേപോലെ കഴിക്കാം. പിന്നെ നിങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കരുത്. ചിലർ നല്ലതാണെന്ന് വിചാരിച്ചൊരു കുറെ ഇങ്ങനെ കഴിക്കും, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കുറെ അധികം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ആസിഡ് റിഫ്ലക്സ് പോലെയുള്ള കാര്യങ്ങളും വയറിൽ ചെറിയൊരു ഡിസ്കംഫോർട്ടബിൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും. 1-2-3 പീസ്, മാക്സിമം 2-3 പീസ് അത്രയും മാത്രം കഴിച്ചാൽ മതി. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പൊ എല്ലാവരും ഈ റെമഡി തീർച്ചയായിട്ടും ട്രൈ ചെയ്യാനായിട്ട് നോക്കണം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.